നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈ പരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് അതിൽ ചർച്ച സാധ്യമായില്ല. ഇപ്പോൾ 5 മണി വരെ നിർത്തിവെച്ച സഭ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ പ്രതിപക്ഷ ബഹളവും തുടങ്ങിയിട്ടുണ്ട്. എന്താണ് സഭയിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. बहुत गिर चुका है और बहुत बदनाम होने वाला काम मत कीजिए। पूरा पार्टी एकजुट होकर के हमारे युवाओं का, छात्रों का जिंदगी को ठीक करने के लिए महत्वपूर्ण बिल पे सब हिस्सा लेना चाहिए। मैं फिर से अपील करना चाहता हूँ आपके माध्यम से। थैंक यू सर। माननीय सदन, ये हम बहुत दिन से हम वेट कर रहे हैं इस बिल के लिए। ये युवाओं के भविष्य के लिए है, हमारे देश के युवा के भविष्य के लिए है। आपने भी पूछा चर्चा के लिए, आपने भी पूछा है। जब सरकार तैयार होके आए हैं चर्चा करने के लिए, बिल आपको एडवांस में सर्कुलेट भी हुआ, बिल का कॉपी एडवांस में आपको सर्कुलेट भी हुआ। हम जानते हैं आप में से कई ऑनरेबल मेंबर्स प्रिपेयर करके आए हैं, डिस्कस करने के लिए प्रिपेयर करने आए हैं। आप नहीं चाहते हैं, आप इस सब्जेक्ट पे चर्चा नहीं चाहते हैं, आप चर्चा नहीं चाहते, चर्चा करना नहीं चाहते हैं। आप इस देश के युवा के भविष्य के लिए चर्चा नहीं करना चाहते हैं, आप नीट के ऊपर चर्चा नहीं करना चाहते हैं, आप इसी तरह हल्ला करना चाहते हैं। हमारे देश के युवाओं के बारे में आप सोचना नहीं चाहते हैं, उनके बारे में चर्चा नहीं करना चाहते हैं। यदि आपको आज चर्चा नहीं करना चाहते हैं, आज अगर आप चर्चा नहीं करना चाहते हैं हमारे देश के युवा के भविष्य के बारे में, मैं सभा की कार्यवाही कल मंगलवार दिनांक 28 जुलाई 2026 को पुनः 11 बजे तक के लिए स्थगित की जाती है। സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. നേരത്തെ പലതവണ സഭ പ്രതിപക്ഷ ബഹളം മൂലം നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്ന് സഭയിൽ ബില്ല് അവതരിപ്പിച്ചുവെങ്കിലും അത് പാസാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. TG സജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. നേരത്തെയും പല തവണ സഭ നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് പ്രതിപക്ഷം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്? ഇത് ഗില്ലറ്റായി പാസാക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനും മുതിരാതെ സഭ പിരിഞ്ഞിരിക്കുന്നു എന്ന് വിവരം വരുന്നു. സഭ പിരിഞ്ഞിരിക്കുന്നു. നാളെയോ ഇനി സഭ ചേരുകയുള്ളൂ. അതായത് ഇന്ന് സഭ ബില്ല് ചർച്ചകളില്ലാതെ പാസ്സാക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഇന്ന് ഉണ്ടാവില്ല എന്ന് വ്യക്തമാണ്. സഭ പിരിഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിൽ 5 മണി വരെ നിർത്തിവെച്ച സഭ 5 മണിക്ക് അല്പസമയം മുമ്പ് ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി രംഗത്ത് വരികയായിരുന്നു. പ്രത്യേകിച്ച് അമിത്ഷാ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തണം, ആഭ്യന്തരമന്ത്രി ചില വ്യക്തതകൾ വരുത്തണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ആഭ്യന്തരമന്ത്രി സംസാരിക്കാതെ ബില്ല് ചർച്ചയ്ക്കെടുക്കാൻ അനുവദിക്കില്ല എന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. ഇന്ന് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ സഭ വലിയ തരത്തിലുള്ള സംഘർഷ രംഗങ്ങൾക്ക് വഴിമാറുകയായിരുന്നു. ഇതേ തുടർന്നാണ് നിർത്തിവെച്ചത്. പാർലമെന്ററി കാര്യമന്ത്രി ഈ വിഷയത്തിൽ റിജു ഇടപെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന് വിഷയം ചർച്ച ചെയ്യാനുള്ള താല്പര്യമില്ല, രാജ്യത്തെ ജനങ്ങളൊട്ടാകെ ഈ നീക്കങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വളരെ സുപ്രധാനമായ ബില്ലാണ്, അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാൻ അനുവദിക്കണം, പ്രതിപക്ഷം സഹകരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ പ്രതിപക്ഷം മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് സഭ നാളത്തേക്ക് പിരിഞ്ഞത്. ഇന്ന് പിരിഞ്ഞിരിക്കുന്നു. ഇനി നാളെ രാവിലെ മാത്രമേ സഭ ചേരുകയുള്ളൂ. അതിനർത്ഥം ഇന്ന് ബില്ല് പാസാക്കൽ നടപടികൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. തീർച്ചയായും സജിത്ത്, ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടുകൂടി കാര്യങ്ങളെല്ലാം അവസാനിക്കും എന്ന് പ്രതീക്ഷിച്ചതാണ്. അവിടെ നിന്നാണ് പ്രതിപക്ഷം വീണ്ടും ഈ കാര്യത്തിൽ പ്രതിഷേധമുയർത്തുന്നത്. അത് അമിത്ഷാ ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. ഇതേ വിഷയത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ ചില പരാമർശങ്ങളും ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന രീതിക്കെതിരെ ശക്തമായ പ്രതികരണം നടത്തിയിരുന്ന ദിവസം കൂടിയാണ്. അത് പ്രതിപക്ഷത്തിന് കുറച്ച് ഊർജം നൽകുന്നുണ്ടോ അവർ ഈ ആവശ്യം ആവർത്തിച്ചുന്നയിക്കാൻ? അതെ, പ്രതിപക്ഷത്തിന് ഇത് വലിയ ആയുധമാണ് എന്ന് മാത്രമല്ല രാജിയോടുകൂടി മാത്രം ഈ പ്രശ്നങ്ങൾ തീരുന്നതില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പ്രധാനമായും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് മാത്രമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. മറ്റ് 2 ആവശ്യങ്ങളിലൊന്ന്
സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായുള്ള CJP പ്രവർത്തകർക്കെതിരായ എല്ലാ കേസുകളും പിൻവലിക്കണം എന്ന ആവശ്യമാണ്. മറ്റൊന്ന്, ഇതിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യമാണ്. ഈ ആവശ്യങ്ങളിലേക്ക് രണ്ടിലേക്കും ഇതുവരെ സർക്കാർ എത്തിയിട്ടില്ല എന്നതാണ് സാഹചര്യം. ഈ ഘട്ടത്തിൽ കൂടിയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മാത്രമല്ല, ഈ കുട്ടികൾക്കെതിരായ കേസ് പിൻവലിക്കുന്ന വിഷയത്തിലടക്കം ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയും നിലപാടുമാണ് പ്രതിപക്ഷം ആരായുന്നത്. സഭയിൽ ആ പ്രസ്താവന ഉണ്ടാവണം എന്നതാണ് അവരുടെ ആവശ്യം. പക്ഷേ അതുണ്ടായിട്ടില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. അതുകൊണ്ട് കൂടിയാണ് പ്രതിപക്ഷം കടുത്ത നീക്കത്തിലേക്ക് പോകുന്നത്. നാളെ രാവിലെ സഭ ചേരുമ്പോഴും ഇതേ കാഴ്ചകൾ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തും. ഇതോടുകൂടി ചർച്ചകളില്ലാതെ ഒരു പക്ഷേ ഇത് ബില്ല് പാസ്സാക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയായിരിക്കും സർക്കാർ കടക്കാൻ പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. വേണ്ടി വന്നാൽ ചർച്ചയാവാം, അതിനുള്ള തയ്യാറെടുപ്പുകൾ തങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു എന്നതായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. പ്രതിപക്ഷവും തത്വത്തിൽ ഈ ബില്ലിൻ്റെ ഉള്ളടക്കത്തോട് യോജിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും അതിൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. നാളെയും സമാനമായ നീക്കങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സഭ പിരിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇന്ന് രാവിലെ മുതൽ സഭയിൽ നടന്ന കാര്യങ്ങളിലേക്ക് കൂടി ഒന്നുകൂടി വിശദമായി പോകാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനമന്ത്രി ഇൻസ്റ്റഗ്രാമിലൂടെ പല വിധത്തിലുള്ള സന്ദേശങ്ങൾ നൽകുകയും മന്ത്രി രാജിവെക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സഭയിൽ സൃഷ്ടിക്കപ്പെടും എന്നതായിരിക്കാം ഒരുപക്ഷെ ഭരണപക്ഷം കരുതിയിരുന്നത്. എന്നാൽ പ്രതിപക്ഷം കൂടുതൽ പ്രതിഷേധം ഉയർത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ന് ആ നിലയിൽ തന്നെയായിരുന്നു സഭ ആരംഭിച്ചത് മുതൽ ഉള്ള സാഹചര്യങ്ങൾ. ഏതായാലും 5 മണിവരെ സഭ നിർത്തിവെച്ചതിന് ശേഷം വീണ്ടും ചേരുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷം ബഹളം തുടരുകയാണെങ്കിൽ ചർച്ചകളില്ലാതെ തന്നെ ബില്ല് പാസാക്കാൻ എന്നതായിരുന്നു സർക്കാർ ആലോചിച്ചിരുന്നത്. മന്ത്രിയുടെ മറുപടിയോടെ ബില്ല് നടപടികൾ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഭേദഗതികൾ ഗില്ലറ്റിൻ ചെയ്ത് ബിൽ പാസാക്കിയെടുക്കാനോ ഉള്ള നീക്കമാണ് നടക്കുന്നതെന്ന് കരുതിയിരുന്നു. പക്ഷേ അതുണ്ടാകുന്നില്ല. അതായത് സർക്കാർ കുറച്ചുകൂടി സമയം എടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിപക്ഷം സഹകരിക്കുകയാണെങ്കിൽ ബില്ലിന്മേൽ 6 മണിക്കൂറിലധികം ദീർഘിച്ച ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നതാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും വിശദമായ ചർച്ചകൾ ഉണ്ടാകും എന്നത് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ സാഹചര്യം. പ്രതിപക്ഷം അതിന് ഉതകുന്ന ഒരു സമീപനമല്ല സ്വീകരിക്കുന്നത്. നമുക്ക് ഈ ബില്ലിനെ കുറിച്ച് നോക്കിയാൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 10 വർഷം തടവും 10 കോടി രൂപ പിഴയും ഉൾപ്പെടെയുള്ള കടുത്ത വ്യവസ്ഥകളാണ് ഈ ബില്ലിന്മേലുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ചോദ്യപേപ്പർ മാഫിയകളെ ഉന്മൂലനം ചെയ്യുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ ഇത്തരം കേസുകളിൽ അതിവേഗ നീതി ഉറപ്പാക്കുകയും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. വിചാരണയ്ക്കായി അതിവേഗ കോടതികൾ സ്ഥാപിക്കും. ഇത്തരം കേസുകളിൽ 3 മാസത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കണമെന്നും ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ഇത്തരം കേസുകളിൽ വിചാരണ നടപടികൾ വൈകുന്ന പ്രവണതയ്ക്ക് ഇതോടെ അന്ത്യമാകും എന്നതാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. ഇതിൽ എത്ര വേണമെങ്കിലും ചർച്ച സാധ്യമാകും എന്ന ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനോട് പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. അവർ മറ്റ് ചില ചോദ്യങ്ങളാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെല്ലറ്റ് ഉപയോഗിച്ചത് ആരാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ്, അതിന് അമിത്ഷാ മറുപടി പറയണം എന്നൊരാവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബില്ലിനോട് എതിർപ്പില്ല എന്ന കാര്യവും പ്രതിപക്ഷം സൂചിപ്പിക്കുന്നുണ്ട്. ബില്ലിന്റെ ഉള്ളടക്കത്തോട് എതിർപ്പില്ലെന്നും സഹകരിക്കാൻ തയ്യാറാണ് എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്നാൽ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ മറുപടി നൽകണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. അമിത്ഷായുടെ പ്രസ്താവനയില്ലാതെ സർക്കാരുമായി ഇനി ഒരു ചർച്ചയ്ക്കും ഇല്ല എന്നതാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. സഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ രൂപപ്പെട്ടത് ആ നിലയിലാണ്. ഇതുവരെ സഭയിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ ഒന്ന് നോക്കിയാൽ ഈ ബിൽ അവതരിപ്പിക്കുന്നു. ജിതേന്ദ്ര സിംഗ് ആണ് ബിൽ അവതരിപ്പിച്ചത്. 2024 ബിൽ ആദ്യമായി സർക്കാർ കൊണ്ടുവന്നത്. രാവിലെ ചേർന്ന പാർലമെന്റ് നേരത്തെ 12 മണിവരെ പിന്നീട് നിർത്തിവെക്കുന്നു പ്രതിപക്ഷത്തിന്റെ ബഹളത്തെ തുടർന്ന്. 12 മണിക്ക് ശേഷം വീണ്ടും സഭ ചേർന്നപ്പോഴും പ്രതിപക്ഷ ബഹളം തുടർന്നു. രാവിലെ ബഹളത്തിനിടെ സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ എംപിമാർക്കും അതിന് ഉത്തരവാദിത്തമുണ്ടെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു. പാർലമെന്റിലെത്തിയ ധർമ്മേന്ദ്ര പ്രധാനെ ഷോൾ അണിയിച്ച് ഭരണപക്ഷം സ്വീകരിച്ചു. ഇതിനെ എതിർത്ത് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചു വരുന്നതും നമ്മൾ കണ്ടു. ഭരണ പ്രതിപക്ഷ എംപിമാർക്കിടയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതോടെ നിലയുറപ്പിച്ചു. പാർലമെന്റ് മാർച്ചിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പിന്നീട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. സ്പീക്കർ ഓം ബിർള നിരവധി തവണ വിലക്കിയിട്ടും KC വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയായിരുന്നു. സഭയിൽ പ്രതിപക്ഷ ബഹളത്തെ സ്പീക്കർ ശക്തമായി വിമർശിച്ചു. സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ എംപിമാർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുമൊക്കെ സ്പീക്കർ ആവർത്തിച്ചു പറയുന്നത് സഭയിൽ
കേൾക്കാമായിരുന്നു. माननीय सदस्यगण, लोक परीक्षा अनुचित साधन निवारण संशोधन विधेयक 2026 पर संशोधन प्रस्तुत करने के लिए मैं 1 बजे तक का समय देता हूं। माननीय सदस्यगण, ये महत्वपूर्ण विधेयक है और इस विधेयक से जो सदन की मंशा है, देश की मंशा है, उस पर व्यापक चर्चा होगी। सभी दल के लोग इस विषय पर बहुत दिनों से मांग कर रहे थे और ये एक सुधार का प्रथम कदम है। मैं सोचता हूं कि सदन पर इस पर चर्चा हो, सब अपने मत विचार व्यक्त करें ताकि मत और विचार से हम किस तरीके से इस विधेयक के माध्यम से देश के अंदर परीक्षा प्रद लीक को रोकने का एक समुचित कदम उठा सकते हैं। इसलिए मेरा आप लोगों से आग्रह है, मैं आपको पर्याप्त समय दूंगा इस विषय पर। सदन की जितनी सहमति होगी उतना समय मैं आपको इस विधेयक पर चर्चा करने के लिए दूंगा। मेरा आपसे आग्रह है, ये महत्वपूर्ण विधेयक पर आप सदन का सहयोग करें और इस पर चर्चा करें। चर्चा करना चाहते हैं। ചർച്ച നടത്താൻ സന്നദ്ധമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു സ്പീക്കർ. പക്ഷേ പ്രതിപക്ഷം വഴങ്ങാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള 2024 നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് ബിൽ അവതരിപ്പിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ പരിഗണിക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥ നിയമത്തിൽ ഉൾപ്പെടുത്തും എന്നതാണ് വിവരം. കേസുകൾ 3 മാസത്തിനകം തീർപ്പാക്കി ശിക്ഷ പ്രഖ്യാപിക്കുന്ന വിധത്തിലായിരിക്കും അതിവേഗ കോടതികളുടെ പ്രവർത്തനം. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്കുള്ള തടവ് ശിക്ഷയും പിഴയും വർദ്ധിപ്പിക്കാനും ഭേദഗതിയിൽ വ്യവസ്ഥയുണ്ടാകും എന്ന സൂചനകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണമാണ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള ബില്ലാണ് അവതരിപ്പിച്ചത്. പക്ഷേ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്ന് ചർച്ച സാധ്യമായില്ല. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ വിപ്ലവകരമായ സമര വിജയത്തിന്റെ അവകാശവാദം അതിന്റെ തുടർച്ച എങ്ങനെ വേണം എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഞങ്ങൾ വിജയത്തിന്റെ അവകാശവാദം ഉന്നയിക്കാൻ ഇല്ല എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. സമര വിജയത്തിന്റെ പൂർണ്ണ ക്രെഡിറ്റും പോരാടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതാണ് എന്നും KC വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തന്നെ ഈ സമരം തുടങ്ങിവെച്ചത് കോൺഗ്രസ് ആണ്. അതിന്റെ തുടർച്ച കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതും അദ്ദേഹം സൂചിപ്പിച്ചു. ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് പരസ്യമായി ഈ വിഷയത്തിൽ രംഗത്തിറങ്ങിയിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് നടത്തുന്ന നീക്കമെന്ന് ഈ CJP സമരത്തിന് പിന്തുണ കൊടുത്താൽ പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്താണോ അതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നതിന് എങ്ങനെ പോകണം എന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ വ്യക്തമായ ധാരണയുണ്ട് എന്ന് മനസ്സിലാകുന്നു. അത് ഇനി ഈ സമരം പ്രതിഷേധം എന്നത് അത് അമിത്ഷായെ ലക്ഷ്യമിട്ടുകൊണ്ടാകണം എന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസ് കാര്യങ്ങൾ പദ്ധതിയിടുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന അതിക്രമം അതിന് ഉത്തരവിട്ടത് ആരാണ്, പെല്ലറ്റ് ആക്രമണം ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു, ആരാണ് അത് അങ്ങനെ അതിനെ അക്കൗണ്ടബിൾ ആക്കാനുള്ള ശ്രമം ആണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു തരത്തിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നടപടികളുടെ തുടർച്ചയാണ് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ സാഹചര്യത്തിലാണ് അമിത്ഷായെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം നീങ്ങുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അമിത്ഷായ്ക്ക് രാഹുൽ ഗാന്ധി കത്തയച്ചിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ കിരാതമായി തല്ലിച്ചതയ്ക്കാൻ ഉത്തരവിട്ടത് ആരെന്ന ചോദ്യമുയർത്തിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ കത്ത് അമിത്ഷായ്ക്ക് അയച്ചത്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി നൽകിയത് ആരാണെന്നും യൂണിഫോം ഇല്ലാതെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത് ആരാണെന്നും ഉത്തരവാദിത്തം ആരേൽക്കുമെന്നും രാഹുൽ ഗാന്ധി എഴുതിയ ഈ കത്തിൽ അമിത്ഷായോട് ചോദിച്ചിരുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ സഭയ്ക്കുള്ളിലും പ്രതിപക്ഷം അതേ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉന്നയിക്കുന്നത്. അതായത് ഇതിനെല്ലാം അമിത്ഷാ മറുപടി നൽകണം. ആ അമിത്ഷായുടെ വിശദീകരണ
കാരണത്തോടു കൂടി മാത്രമേ ഈ ബില്ലിനെ അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന്റെ ചർച്ചകളിലേക്ക് പ്രതിപക്ഷം എത്തുകയുള്ളൂ എന്നതാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്ന നിലപാട്. അതേസമയം പ്രതിപക്ഷത്തെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ ഉണ്ട് എന്ന് കരുതിയെങ്കിലും ഇന്നിപ്പോൾ 5 മണിക്ക് സഭ ചേർന്നപ്പോൾ ആ നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിട്ടില്ല. സഭ നിർത്തിവെക്കുകയാണ് ചെയ്തത്. നാളെ NDAയുടെ യോഗം ചേരുന്നുണ്ട്. അത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് തുടർന്ന് സ്വീകരിക്കേണ്ടത് എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും വേണ്ടിയാണ് നാളെ സഭ ചേരുന്നതിന് മുന്നോടിയായി 9:30 NDAയുടെ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും എന്താണ് തുടർ നടപടികൾ വേണ്ടത് എന്ന കാര്യത്തിൽ പ്രധാനമായും തീരുമാനമെടുക്കുക. ഒപ്പം ഘടകകക്ഷികളെ ഒപ്പം നിർത്തുന്നതിനും അവരുടെ അഭിപ്രായം തേടുന്നതിനുമുള്ള നീക്കം ഉണ്ടാകും എന്നതുകൂടി മനസ്സിലാക്കുന്നു. അപ്പോൾ ആ യോഗം വളരെ നിർണായകമാണ്. കേന്ദ്ര സർക്കാർ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിലുള്ള നിർണായക തീരുമാനങ്ങൾ നാളത്തെ യോഗത്തിൽ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ സഭ തുടങ്ങുമ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്രം നിലപാട് സ്വീകരിക്കുക. അതേസമയം തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളെയും ഒപ്പം നിർത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ചില അപ്രതീക്ഷിതമായിട്ടുള്ള സമര പരിപാടികളിലേക്കൊക്കെ പോയത് ഘടകകക്ഷികൾക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതൊക്കെ വലിയ വിജയകരമായ ഇടപെടൽ ആയിരുന്നു എന്നതാണ് പ്രതിപക്ഷവും കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ ഈ പ്രസ്താവന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പ്രതിപക്ഷവും ലക്ഷ്യമിടുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇനി നാളെയാണ് വളരെ നിർണായകമാവുക. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് കേന്ദ്രം മുന്നോട്ട് പോവുകയാണോ അതോ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണോ ചെയ്യുന്നത് എന്ന് നാളെ സഭയിൽ അറിയാൻ കഴിയും. അധ്യാപകർ എന്നും കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ്. മാതാപിതാ ഗുരു ദൈവം എന്നത് നമ്മുടെ സംസ്കാരമാണ്. നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഗുരുക്കന്മാരെ ദൈവത്തിന് തുല്യരായി കണ്ടുവരുന്ന സംസ്കാരമാണ് നമ്മളുടേത്. കുട്ടികളെക്കാൾ അധ്യാപകരെ വിശ്വസിക്കുകയും അവരുടെ അവരെ തന്നെ കുട്ടികളുടെ സംരക്ഷണം ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. വടകരയിൽ ലഹരി ഇടപാട് കേസിൽ 2 അധ്യാപികമാർ ഉൾപ്പെട്ട സംഭവം അതുകൊണ്ട് തന്നെ നമ്മെ ഓരോരുത്തരെയും ഞെട്ടിക്കുന്നതായിരുന്നു. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുകയാണ്. എന്താണ് അധ്യാപികമാരുടെ പങ്ക് എന്നതിൽ വിശദമായ അന്വേഷണം നടക്കും എന്നതാണ് മനസ്സിലാകുന്നത്. ഇരുവരെയും ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇരുവരെയും കുറിച്ച് സഹ അധ്യാപകർ ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. അപ്പോൾ 2 അധ്യാപകർ എങ്ങനെ ഈ ലഹരി മാഫിയയുടെ കണ്ണികളായി മാറി, എന്താണ് അവരുടെ ഇതിലുള്ള പങ്ക് എന്നത് ഇനിയും വെളിയിൽ വരാൻ ഇരിക്കുന്നതേയുള്ളൂ. എന്തായാലും MDMA ഇടപാടുകളുടെ പണം അക്കൗണ്ട് വഴി സ്വീകരിച്ചതിനാണ് വടകര പോലീസ് ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്തത്. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയായിരുന്നു മരുതോങ്കര സ്വദേശിനിയായ കീർത്തന. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് കൂരാച്ചുണ്ട് സ്വദേശിനിയായ കാവ്യ. ഇരുവരെയും ഇപ്പോൾ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. കാവ്യയെ വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗിക ഉത്തരവിലൂടെ ഇന്നാണ് പുറത്താക്കിയത്. പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപികയായ കീർത്തനയെ വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ഇവരുടെ അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കാവ്യ ആർക്കൊക്കെ പണം അയച്ചുവെന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. 6 മാസമായി ഇവർ MDMA മാഫിയയ്ക്കു വേണ്ടി അക്കൗണ്ട് വഴി പണം സ്വീകരിക്കാൻ തുടങ്ങി. ഈ കാലയളവിലെ എല്ലാ ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. അധ്യാപികമാരായതിനാൽ സംശയിക്കാൻ സാധ്യതയില്ലെന്ന ബലത്തിലാണ് വിൽപ്പനക്കാർ ഇവരെ പണം വാങ്ങാൻ നിയോഗിച്ചത് എന്നതാണ് പോലീസ് കരുതുന്നത്. QR കോഡ് വഴിയായിരുന്നു മയക്കുമരുന്ന് വേണ്ടവർ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചുകൊണ്ടിരുന്നത്. കീർത്തനയെയും കാവ്യയെയും ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ പോലീസ് അടുത്ത ദിവസം തന്നെ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങും എന്നതാണ് അറിയുന്നത്. 2 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഇപ്പം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ധാരാളം കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കേസിലും ഡീപ്പായിട്ടുള്ളൊരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വടകരയിൽ രജിസ്റ്റർ ചെയ്തൊരു കേസിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ് ഇങ്ങനെ കൂടുതൽ ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ 2 അറസ്റ്റുകൾ നടന്നിരിക്കുന്നത്. അപ്പം സാധാരണ ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്യുമ്പം നമ്മൾ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യുന്നവരെ വെച്ചാണ് നമ്മൾ ചാർജ് കൊടുക്കാറുള്ളത്. പക്ഷേ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഓരോ കേസിലും ഡീപ്പായിട്ടുള്ളൊരു അന്വേഷണം വേണം. പിന്നെ ഓരോ കേസിന്റെ പിന്നിൽ ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനും
അതുപോലെ ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ ഒരു SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും ഫർദർ അറസ്റ്റുകളും ഇനി വരുന്ന ദിവസങ്ങളുണ്ടാകും. എന്തായാലും കീർത്തനയെയും കാവ്യയെയും കസ്റ്റഡിയിൽ ലഭ്യമാക്കാൻ അന്വേഷണ സംഘം ഉടൻ കോടതിയെ സമീപിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് മറ്റ് അധ്യാപകർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഇവരുമായി ലഹരി ഇടപാടുകൾ നടത്തിയ മറ്റു വ്യക്തികൾ ആരൊക്കെയാണ് എന്നും കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ലഹരി സംഘങ്ങൾ വൻ തുകയ്ക്കുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് സ്ത്രീകളെ മറയാക്കി എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ ഈ അധ്യാപികമാരല്ലാതെ മറ്റാരെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ടുണ്ടോ, മറ്റ് പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ പരിശോധനകളിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. അറസ്റ്റിലായ അധ്യാപിക കീർത്തനയ്ക്കും കാവ്യയ്ക്കും ഇടപാടിലുള്ള പങ്കെന്തായിരുന്നു എന്നത് കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. ഇതുവരെയും അവരുടെ യഥാർത്ഥ പങ്ക് എന്താണ് എന്നത് പോലീസിന് വ്യക്തമായിട്ടില്ല. പണമിടപാട് മാത്രമാണോ അതോ സംഘത്തിലെ സുപ്രധാന കണ്ണികളോ ലഹരിമരുന്ന് കാരിയർമാരോ ആയിരുന്നോ ഇവർ എന്നതാണ് പ്രധാനമായും പോലീസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇവരുടെ അക്കൗണ്ടുകളിലൂടെ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടുണ്ട്. സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നതാണ് അറിയുന്നത്. അതായത് ഈ ജില്ലയ്ക്ക് പുറത്തൊക്കെയുള്ള ഇടപാടുകൾ ഉണ്ട് എന്നതിന്റെ വിവരം പോലീസിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിപുലമായ അന്വേഷണത്തിനായി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ നീക്കം നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഉടൻ തന്നെ അത് സംബന്ധിച്ചുള്ള ഉത്തരവിറങ്ങും. ഒരു യുവാവിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ഈ 2 അധ്യാപികമാരെ വരയിലാക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ നമുക്കറിയാം, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും അംഗീകാരം ലഭിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അത് ലഹരി മാഫിയക്കെതിരെയുള്ള നീക്കമാണ് നടത്തുന്നത്. ലഹരിക്കെതിരെ വലിയ ബോധവൽക്കരണവും നടപടികളും നടത്തിവരികയാണ്. അങ്ങനെ എല്ലാവരുടെയും കയ്യടി നേടിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതാണ് ഇപ്പോൾ ഈ അധ്യാപികമാരെയും പിടിയിലാക്കുന്നതിലേക്ക് വഴിവെച്ചത്. വടകര സ്വദേശിയായ ഒരു യുവാവിനെ MDMA സഹിതം പിടികൂടിയ കേസിലെ അന്വേഷണമാണ് ഈ അധ്യാപികമാരിലേക്ക് എത്തിയത്. കഴിഞ്ഞ 11-ന് കാവ്യയുടെ സുഹൃത്തു കൂടിയായ കീർത്തനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കീർത്തനയുടെ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പിന്നീട് കാവ്യയിലേക്ക് എത്തുന്നത്. ഇരുവരും ലഹരി ഇടപാടിലെ കണ്ണികളാണെന്ന് പോലീസ് ഇതോടെ കണ്ടെത്തുന്നു. MDMA ആവശ്യമുള്ളവർ കീർത്തനയുടെ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചിരുന്നത്. പണം ലഭിച്ചാൽ ഫോണിൽ ഇവർ ലൊക്കേഷൻ നൽകും. ഇവിടെ മറ്റൊരാളെത്തി MDMA കൈമാറുകയാണ് പതിവ്. പല തവണയായി കീർത്തനയുടെ അക്കൗണ്ടിലെത്തുന്ന പണം വലിയ തുകയാകിയാൽ കാവ്യയുടെ അക്കൗണ്ടിലേക്ക് ആ തുക മാറ്റുകയായിരുന്നു രീതി. MDMA വിതരണക്കാരുമായി കാവ്യയ്ക്ക് ബന്ധമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അറസ്റ്റിലായ കീർത്തന ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്തി സൂംബ ഡാൻസ് നടത്തിയിരുന്നു എന്ന് സഹപ്രവർത്തകർ പറയുന്നു. ലഹരി വിരുദ്ധ പ്രചാരണത്തിനായി കീർത്തനയും സൂംബ ചുവടുവെച്ചിരുന്നു. കേസിൽ മറ്റ് അധ്യാപകർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ അധ്യാപകർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് തന്നെ ചുക്കാൻ പിടിച്ചിരുന്നവരാണ് ഈ അറസ്റ്റിലായ അധ്യാപകർ എന്നതാണ്. എന്തൊരു വിരോധാഭാസമാണ് ഇത് എന്ന് അറിയില്ല. എന്തായാലും സഹപ്രവർത്തകർക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത് കൂടി കേൾക്കാം. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ശംസുദ്ദീൻ ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് അന്വേഷിച്ചിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും. മാത്രമല്ല കുറ്റക്കാർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടിയുമായി ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകും. SSKയെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇത്തരം ചില നിർഭാഗ്യകരമായ സാഹചര്യങ്ങൾ ഒരു കാരണവശാലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്നുള്ള നിലക്ക് SSKയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന BRCകളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വളരെ മാതൃകാപരമായി നിൽക്കേണ്ട അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടികളുണ്ടാവും. വടകര പോലീസ് റിമാൻഡ് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മൾ ഇത് അറിഞ്ഞത്. അല്ലാണ്ട് ഇത്തരത്തിലുള്ള ഒരു കേസിൽ അകപ്പെടുന്ന ആളുകളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ മറ്റ് അതിന് ശേഷമാണ് ഓളെ തൊട്ടടുത്ത സുഹൃത്തായിട്ടുള്ള ഈ കാവ്യനെയും കൂടി റിമാൻഡ് ചെയ്തു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇവള് റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ ആ നിമിഷം തന്നെ ഇവളെ നമ്മുടെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാവ്യനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള എല്ലാ നീക്കവും ഇന്നിപ്പോൾ ഓർഡർ ഇറങ്ങും. DPC ആയ ഓർഡറും കൊണ്ടാ വരിക. ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്. നമ്മൾ വിചാരിച്ചത് ഇവർ രണ്ടാളും ഡൈവോഴ്സ് ചെയ്ത ആൾക്കാരാ. അപ്പൊ അതുകൊണ്ടാണ്
അങ്ങനെ ഉണ്ടാവില്ല, തുല്യ ദുഃഖിതരെ സുഹൃത്തുക്കളാകുക, അങ്ങനെ ആയതാണെന്നാണ് നമ്മൾ കരുതിയത്. വിവരം നമ്മൾ പോലീസിൽ നിന്ന് അറിഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ ടീച്ചർ കീർത്തന എന്ന് പറഞ്ഞ ടീച്ചർ, അവർ BRCയിലെ സ്പെഷ്യലിസ്റ്റ് PET ആണ്. അവരെ നമ്മൾ അപ്പോൾ തന്നെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു, അവരെ ഡിസ്മിസ് ചെയ്തു. രണ്ടാമത്തെ ആളെ കേസ് കഴിഞ്ഞ ദിവസം വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി അവരെയും ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഇറങ്ങും. ഇത്ര ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല അല്ലേ? ഇവരുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലോ ദുരൂഹത മറ്റൊക്കെ പറയുമോ? അങ്ങനെ എന്തെങ്കിലും ഒരിക്കലുമില്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സർവീസിൽ നിർത്തില്ലല്ലോ. അപ്പം ഇവർ ഈ കരാർ ജീവനക്കാരായതുകൊണ്ട് തന്നെ പിന്നെ അവരെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നു, സ്കൂളിൽ അവർ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് അവർ BRCയിൽ വരുന്നത്, മറ്റു ദിവസങ്ങളിൽ അവർ സ്കൂളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നമുക്ക് മോശമായ റിപ്പോർട്ട് ഇവരെ കുറിച്ച് നേരത്തെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്, നടപടിയെടുത്തിട്ടുണ്ട്. എന്തായാലും നടപടികൾ എടുത്തിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഈ അധ്യാപികമാർക്ക് പിന്നിൽ വൻ ലഹരി മാഫിയ എന്നതിന്റെ സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഇടപാടിന് പിന്നിൽ വൻ മയക്കുമരുന്ന് മാഫിയ എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഇതിന്റെ വ്യാപ്തി കണക്കിലെടുത്താണ് തുടരന്വേഷണത്തിന് ഇപ്പോൾ കോഴിക്കോട് റൂറൽ SPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ നീക്കം നടക്കുന്നത്. ജില്ലയ്ക്കകത്തും പുറത്തും സംഘത്തിന് കണ്ണികൾ ഉള്ളതിനാൽ വിശാലമായ അന്വേഷണ സംഘം തന്നെ വേണമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നീക്കം നടക്കുന്നത്. MDMA ഉപയോഗിക്കുന്നവരെ തന്നെ വിൽപ്പനക്കാരാക്കി മാറ്റുന്ന വലിയൊരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. സൈബർ തട്ടിപ്പ് കേസുകളിൽ തട്ടിപ്പ് നടത്തിയ പണം കൈമാറാൻ കമ്മീഷൻ വ്യവസ്ഥയിൽ ബാങ്ക് അക്കൗണ്ട് എടുത്തു നൽകുന്ന ഒരു രീതിയുണ്ട്. ഇതേ രീതി ഈ MDMA ഇടപാടുകളിലും പരീക്ഷിക്കുന്നതായി ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള ആ രീതിയിലുള്ള പരിശോധന കൂടി നടക്കുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസവും സമൂഹത്തിൽ വിലയും നിലയുമുള്ള അധ്യാപികമാരെ വരെ ഈ കെണിയിൽ കുടുക്കിയിട്ടുണ്ട്. അതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും ഇതിൽ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ പെട്ടുപോയിരിക്കാനുള്ള സാധ്യത ഏറെയുണ്ട് എന്നതാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അപ്പോൾ ആ നിലയിലൊക്കെ ഇവരുമായി ആരൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, ആരൊക്കെയാണ് ഇവർക്ക് സഹായം ചെയ്ത് നൽകിയവർ, ഇവരെ ബന്ധപ്പെട്ടിരുന്നവർ, ഇവരിൽ നിന്ന് ഇവർ വഴി ഇത് വാങ്ങിയിരുന്നവർ, വിദ്യാർത്ഥികളുണ്ടോ, സഹ അധ്യാപകരുണ്ടോ, അങ്ങനെയൊക്കെയുള്ള വിശദമായ പരിശോധന ഇതിൽ നടക്കുകയാണ്. എന്തായാലും അധ്യാപകർ തന്നെ ലഹരി മാഫിയയുടെ കണ്ണികളായി മാറുന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്ന വിഷയമാണ്. കൃത്യമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണം. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് എത്ര വലിയവരായാലും ആ നിലയിൽ അന്വേഷണം മുന്നോട്ട് പോകണം. എന്തായാലും രക്ഷിതാക്കൾ അവർക്ക് കൂടുതൽ കരുതൽ വേണം എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണ്. അധ്യാപകരെ എല്ലാം ഏൽപ്പിച്ച് ഞങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതി മാറി നിൽക്കേണ്ടതില്ല. കുട്ടികളെ അവരെ വിശ്വാസത്തിലെടുക്കണം, കൂടുതൽ കരുതലുള്ളവരാകണം. അധ്യാപകരായാലും അവരെ കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്ന സൂചന കൂടി നൽകുന്നുണ്ട് ഈ സംഭവം. പതിമൂന്ന് ദിവസം നീണ്ട ആക്രമണത്തിനൊടുവിൽ പശ്ചിമേഷ്യ ഇപ്പോൾ ശാന്തമാണ്. അമേരിക്കയുടെ ആക്രമണമോ ഇറാന്റെ തിരിച്ചടിയോ ഇല്ലാത്ത രാത്രികളും പകലുമാണ് ഈ പശ്ചിമേഷ്യയിൽ ഉള്ളത്. അത് വലിയ ആശ്വാസം പകരുന്നതാണ്, പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ. എന്നാൽ ഈ സമാധാനം എത്ര നാൾ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ട്രംപ് ഇപ്പോൾ പിൻവലിയുന്നതിന് പല വിധത്തിലുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. മിസൈൽ ശേഖരത്തിലുണ്ടായ വൻ കുറവ് മുതൽ ആഭ്യന്തര പ്രതിഷേധം വരെ നിരവധി കാരണങ്ങളാണ് പറയപ്പെടുന്നതെങ്കിലും കൂടുതൽ ശക്തമായ ആക്രമണത്തിനാണ് ട്രംപ് ഇടവേള എടുക്കുന്നത് എന്ന വിലയിരുത്തലുമുണ്ട്. അമേരിക്കയുടെ താൽക്കാലിക പിന്മാറ്റം കൂടുതൽ ശക്തിയോടെ ആക്രമണം നടത്താനാണെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു നിർണായക വിസിറ്റ് നടത്തുകയാണ് അമേരിക്കയിലേക്ക്. അദ്ദേഹം അമേരിക്കയിലേക്ക് എത്തും. ട്രംപുമായി നാളെ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും എന്നതാണ് അറിയുന്നത്. അപ്പോൾ ഇറാന് മേലുള്ള അമേരിക്കയുടെ നീക്കം എന്താണ് എന്നതിൻ്റെ ഒരു ധാരണ നാളെ ബെഞ്ചമിൻ നെതന്യാഹുമായി നടക്കുന്ന ആ ചർച്ചയിൽ ഉണ്ടാകും എന്നതാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ ഏതാണ്ട് 2 ആഴ്ചയോളമായി ഇറാന് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളാണ് അമേരിക്ക നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ സംഘർഷത്തിന് താൽക്കാലികമായി അറുതി വന്നിരിക്കുന്നത്. US ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ അവരുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള പ്രതികാര നടപടി, അതായത് ഇറാൻ തങ്ങളെ ആക്രമിക്കുമ്പോൾ നടത്തുന്ന പ്രത്യാക്രമണം, അത് തൽക്കാലം നിർത്തിവെക്കുകയാണെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. പലതവണ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ലംഘിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ നീക്കങ്ങളും ജാഗ്രതയോടെയാണ്
രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. കൂടുതൽ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് അയച്ച് ഇറാനു നേരെ ട്രംപ് ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തി വന്നുകൊണ്ടിരിക്കവെയാണ് അപ്രതീക്ഷിതമായ വെടിനിർത്തൽ ഉണ്ടായത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. US സെൻട്രൽ കമാൻഡ് തലവൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന്റെയും മറ്റ് മുതിർന്ന ഉപദേശകരുടെയും ശുപാർശയെ തുടർന്നാണ് ട്രംപിനിപ്പോൾ മനംമാറ്റമുണ്ടായതെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 ആഴ്ച നീണ്ടുനിന്ന ശക്തമായ ആക്രമണങ്ങളിലൂടെ ഇറാന്റെ ആക്രമണശേഷി ഗണ്യമായി തകർക്കാൻ സാധിച്ചുവെന്നും വ്യോമാക്രമണത്തിലൂടെ ലക്ഷ്യമിടാൻ സാധിക്കുന്ന സ്ഥലങ്ങളുടെ പരിധി കഴിഞ്ഞുവെന്നുമാണ് US സെൻട്രൽ കമാൻഡ് മേധാവി ട്രംപ് ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത്. പുതിയ ആക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉപദേഷ്ടാക്കളുമായും സൈനിക ഉദ്യോഗസ്ഥരുമായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആക്രമണം നിർത്തിവെക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയതെന്നാണ് റിപ്പോർട്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് വലിയ സൈനിക നടപടികളിലേക്ക് തിരികെ പോകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിലായിരുന്നു ട്രംപെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പൊടുന്നനെയുള്ള ട്രംപിന്റെ പിന്മാറ്റം ഇസ്രയേലിനും വലിയ അമ്പരപ്പാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ട്രംപിന്റെ പുതിയ തീരുമാനം ആ നിലയിലാണ് ഇസ്രയേൽ നോക്കിക്കാണുന്നത്. സംയുക്ത സൈനിക നീക്കങ്ങൾക്ക് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ഇസ്രയേൽ. അതിന്റെ ചില സൂചനകൾ ട്രംപ് നൽകിയിരുന്നു. എന്നാൽ നിലവിലെ തീരുമാനം ട്രംപിന് പുനഃപരിശോധിക്കേണ്ടി വരുമെന്നും കനത്ത ആക്രമണത്തിലേക്ക് അമേരിക്കയ്ക്ക് വീണ്ടും കടക്കേണ്ടി വരുമെന്നും ഇസ്രയേൽ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട്. ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് വലിയ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിനാണ് ട്രംപ് ഈ ഇടവേള എടുത്തിരിക്കുന്നത് എന്നതാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. വൈറ്റ് ഹൌസിൽ ട്രംപുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേൽ സമയം രാവിലെ 11 തിരിക്കേണ്ടുന്ന നെതന്യാഹു പക്ഷേ അല്പം വൈകിയാണ് പുറപ്പെട്ടത്. നെതന്യാഹുവിന്റെ വിമാനം പുറപ്പെടാൻ വൈകുന്നത് പല അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചിരുന്നു. അത് ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ച വേണ്ട എന്ന് വെക്കും എന്ന തരത്തിൽ, അതായത് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഘട്ടത്തിൽ ഈ യാത്ര വേണ്ട എന്ന് വെക്കുന്ന തരത്തിൽ ഒക്കെയാണ് ചർച്ചകൾ ഉയർന്നത്. എന്നാൽ അദ്ദേഹം പിന്നീട് പുറപ്പെടുകയും അദ്ദേഹം നാളെ ട്രംപുമായി ചർച്ച നടത്തുകയും ചെയ്യുമെന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങളാലാണ് ആ സമയം വൈകൽ ഉണ്ടായത് എന്നതാണ് പിന്നീട് ഇസ്രയേൽ വിശദീകരിച്ചത്. ഇറാനെതിരായ സൈനിക നടപടി കൂടുതൽ വ്യാപിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെയാണ് നെതന്യാഹു അവിടെ എത്തുന്നത്. അത്തരമൊരു നീക്കമുണ്ടായാൽ ഇറാൻ നേരിട്ട് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു സാഹചര്യം ഇസ്രയേൽ മുൻകൂട്ടി കാണുന്നുണ്ട്. ഇസ്രയേൽ സുരക്ഷാ വൃത്തങ്ങൾ അക്കാര്യങ്ങളിൽ ആശങ്കപ്പെടുന്നുമുണ്ട്. അത് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും പുതിയ ആക്രമണങ്ങളുടെ ലക്ഷ്യമായേക്കാമെന്നതാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ. സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിമാരുമായും മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരുമായും സുരക്ഷാ യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നത് ആലോചിക്കുകയും ചെയ്തിരുന്നു. അതായത് ഇസ്രയേൽ വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ ഈ ശാന്തത നീണ്ടു നിൽക്കില്ല എന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ശക്തമായ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെ ഒരു ആക്രമണം ഇറാനിലേക്കുണ്ടായാൽ ഇറാൻ അതിന് തിരിച്ചടിക്കും. അത് ഇസ്രയേലിലേക്ക് കൂടി ആ തിരിച്ചടി വ്യാപിക്കും എന്നതാണ് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നത്. അതനുസരിച്ചുകൊണ്ട് ഉള്ള ക്രമീകരണങ്ങൾ, സൈനിക നീക്കങ്ങളൊക്കെ ഇസ്രയേലും നടത്തുകയാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ തന്ത്രപരമായ ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കമാണ് ഇപ്പോഴത്തെ ശാന്തത എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. US മാധ്യമങ്ങളും സമാനമായ നിലയിൽ, ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് സമാനമായ നിലയിൽ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണങ്ങളിൽ വരുത്തിയ ഈ ഇടവേള ഒരു താൽക്കാലിക സമാധാന ശ്രമം മാത്രം ആണ് എന്നതാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഒമാൻ വഴിയുള്ള ചർച്ചകളിലൂടെ ഇറാനെ സമവായത്തിലെത്തിക്കാനുള്ള നീക്കമാണ് US നടത്തുന്നതെന്നും CNN പറയുന്നു. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ ഊർജ്ജ സാമ്പത്തിക കേന്ദ്രങ്ങളെ തകർക്കുന്ന അതിശക്തമായ ആക്രമണത്തിലേക്ക് ട്രംപ് തിരിച്ചെത്തുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാളത്തെ കൂടിക്കാഴ്ച നിർണായകമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ത് സംസാരിക്കുന്നു, ഇരുവരും തമ്മിലുള്ള ആശയവിനിമയം എന്താണ് എന്നത് ഈ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് നിർണായകമാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാകും ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ എന്നതാണ് റിപ്പോർട്ട്. ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന രീതിയിൽ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു.
ട്രംപിന്റെ ചില പരാമർശങ്ങളായിരുന്നു അത്തരം റിപ്പോർട്ടുകൾക്ക് ആധാരം. പിന്നീട് ട്രംപ് തന്നെ അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും കൂടുതൽ അടുക്കുന്നതിന്റെ സൂചനകൾ വരുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്, ഇരുവരുടെയും ബോണ്ടിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാളത്തെ കൂടിക്കാഴ്ചയിൽ അതിന്റെ സൂചനകൾ നൽകുകയും ചെയ്യും ട്രംപ് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്തരിച്ച US സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ സംസ്കാര ചടങ്ങിലും മറ്റും പങ്കെടുക്കാനായാണ് എന്തായാലും നെതന്യാഹു എത്തുന്നത്. നാളെ നെതന്യാഹു ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ച ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ടതാകും. പെന്റഗണിന്റെ കണക്കുകൾ സംബന്ധിച്ചുള്ള ചില നടുക്കുന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കുണ്ടായ നഷ്ടം സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ ശരിയല്ല. യഥാർത്ഥ കണക്കുകൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടലിൽ അമേരിക്കൻ സേന നേരിട്ട നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ പുറത്തുവരുന്നത്. മുൻപ് പരസ്യമാക്കിയതിനേക്കാൾ ഉയർന്ന കണക്കുകളാണ് US പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പുതുക്കിയ ഡിഫൻസ് കാഷ്വാലിറ്റി അനാലിസിസ് സിസ്റ്റം ഡേറ്റ പ്രകാരം ഈ യുദ്ധത്തിൽ ഇതുവരെ 624 US സൈനികർക്ക് പരിക്കേൽക്കുകയും 18 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ പെന്റഗണിന്റെ വെബ്സൈറ്റിൽ പരിക്കേറ്റവരുടെ എണ്ണം പെട്ടെന്ന് കുറയുകയും കൊല്ലപ്പെട്ട ചില സൈനികരുടെ പേരുകൾ ഒഴിവാക്കപ്പെടുകയും ചെയ്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. മാധ്യമങ്ങളുടെയും നിയമനിർമ്മാതാക്കളുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് പെന്റഗൺ ഡേറ്റാബേസ് സമഗ്രമായി ഇപ്പോൾ പുതുക്കിയത്. ഈ പുതിയ ഡേറ്റാബേസ് വിഭജനം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. 1973 വാർ പവേഴ്സ് ആക്ട് അനുസരിച്ച് അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ പ്രസിഡന്റിന് 60 ദിവസത്തിൽ കൂടുതൽ സൈനിക നടപടി തുടരാനാകില്ല. താൽക്കാലിക വെടിനിർത്തൽ ചൂണ്ടിക്കാട്ടി ഇതിനെ 2 വെവ്വേറെ യുദ്ധങ്ങളായി ചിത്രീകരിക്കാനും അതുവഴി കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ സൈനിക നടപടി ദീർഘിപ്പിക്കാനുമാണ് പെന്റഗൺ ശ്രമിക്കുന്നതെന്നാണ് വിമർശകർ ആരോപിക്കുന്നത്. ഡേറ്റാബേസിലുണ്ടായ വ്യതിയാനങ്ങൾ സാങ്കേതിക തകരാറുകളുടെ ഫലമാണെന്നാണ് പെന്റഗണിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ യുദ്ധത്തിന്റെ യഥാർത്ഥ വ്യാപ്തിയും സൈനികരുടെ ജീവഹാനിയും ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും മറച്ചുവെക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇത് എന്നാണ് കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങളും പ്രതിപക്ഷ നേതാക്കളും ആരോപിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിലും ഉപാധികൾ മുന്നോട്ട് വെക്കുകയാണ് ഇറാൻ. അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ലെബനനിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണം എന്ന ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. സംഘർഷത്തിൽ നിന്നുള്ള താൽക്കാലിക ഇടവേളയിൽ ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങൾ ശക്തമാക്കുന്നതിന്റെ സൂചനയാണ് ഖമനേയിയുടെ വാക്കുകൾ നൽകുന്നത്. ലബനനിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായും പിന്മാറാതെ ചർച്ചകൾ നടക്കില്ലെന്ന് കൂടിയാണ് മുജ്തബയുടെ പുതിയ സന്ദേശം. അമേരിക്കയുമായി കരാറിലെത്തുന്നുണ്ടെങ്കിൽ ഇതിനുശേഷം മാത്രമായിരിക്കുമെന്ന് കൂടിയാണ് പരമോന്നത നേതാവ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാനെ മറികടന്ന് ഹോർമുസ് കടക്കാൻ ശ്രമിച്ച 6 കപ്പലുകളിൽ 1 മൈനിൽ തട്ടി അപകടത്തിൽപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിക്കുന്നു. ഹോർമുസ് കടക്കാൻ 6 കപ്പലുകൾ അമേരിക്കൻ സഹായത്തോടെ ശ്രമിച്ചെന്നും അതിലൊന്ന് കടലിലെ മൈനിൽ തട്ടി തകർന്നെന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. യുക്രൈന് തിരിച്ചടി നൽകും എന്നുകൂടി ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. ഇറാന്റെ കപ്പൽ ആക്രമിക്കപ്പെട്ടതിൽ യുക്രൈന് നേരെ തിരിച്ചടി ഉണ്ടാകും എന്നതാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ബ്രിട്ടന് പുറമെ യുക്രൈനെയും ഇറാൻ വെല്ലുവിളിച്ചത് സംഘർഷം പടരുമെന്ന ആശങ്ക നൽകുന്നതാണ്. അമേരിക്കയെ കൃത്യവും തീവ്രവുമായി തിരിച്ചടിക്കാൻ ഇറാനെ റഷ്യ സഹായിക്കുന്നു എന്ന് നേരത്തെ ആരോപണം ഉയർന്നിരിക്കുകയാണ്. ഇറാൻ കപ്പൽ യുക്രൈൻ ആക്രമിച്ച് നാവികർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇത് ഇസ്രയേലിന് വേണ്ടിയാണെന്നും തിരിച്ചടിക്കുമെന്നുമാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഭീഷണി. അമേരിക്ക ഇറാൻ സംഘർഷം റഷ്യ യുക്രൈൻ പരിധിയിലേക്ക് കൂടി കടക്കുമോ എന്ന ആശങ്കയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ആയാൽ അത് വ്യാപക സംഘർഷമാകും എന്നതാണ് ആശങ്ക. എന്തായാലും ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും നിലവിൽ വെടിനിർത്തൽ ഉണ്ടായതും സമാധാനത്തിലേക്ക് മേഖല നീങ്ങിയതും എണ്ണവിലയിൽ ആശ്വസിക്കാൻ വക നൽകുന്നുണ്ട്. ഈ എണ്ണവില 5% ഇടിഞ്ഞിട്ടുണ്ട്. നയതന്ത്ര നീക്കങ്ങളിലൂടെ സംഘർഷമായേമെന്നും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ക്രൂഡ് ഓയിൽ വിതരണം സാധാരണ നിലയിലാകുമെന്നുമുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ വില കുറയാൻ കാരണമായിട്ടുള്ളത്. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ബാരലിന് $5.58, അതായത് 5%-ലധികം, 5.77% കുറഞ്ഞ് $91.20 അത് വലിയ ആശ്വാസമായി മാറുന്നുണ്ട്. US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം തൽക്കാലത്തേക്ക് രൂക്ഷമാകില്ലെന്ന സൂചനകൾ വന്നതോടെ നിക്ഷേപകരുടെ ആശങ്കയും കുറഞ്ഞിട്ടുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾക്ക് കുറച്ച് സമയം കൂടി നൽകുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ US അംബാസിഡർ മൈക്ക് വാൾട്സ് വ്യക്തമാക്കി. കഴിഞ്ഞ 2 ആഴ്ചകളിലായി വിപണിയിലുണ്ടായിരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ ഭയം ഒഴിവാക്കാൻ
പുതിയ നയതന്ത്ര നീക്കങ്ങൾ കാരണമായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് എണ്ണവില കുറഞ്ഞിരിക്കുന്നത്, വിപണിക്ക് അല്പം ഉണർവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഹോർമുസ് അടച്ചിട്ടില്ല എന്നും തങ്ങൾ സുരക്ഷ നൽകുന്നുണ്ടെന്നും അമേരിക്ക അവകാശപ്പെടുമ്പോഴും 2 ആഴ്ച നീണ്ടുനിന്ന ശക്തമായ ബോംബാക്രമണങ്ങൾക്ക് ശേഷവും കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ സാധിച്ചിട്ടില്ല. മൈനുകൾ കപ്പലുകളെ മറച്ചിട്ടു എന്ന് ഇറാൻ പറയുന്നത് ഇപ്പോൾ പോലും അവിടം കടക്കാൻ തങ്ങളുടെ അനുമതി വേണമെന്നതിൻ്റെ സൂചനയാണ്. അതിനാൽ വെറും വ്യോമാക്രമണം കൊണ്ട് മാത്രം ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന വിലയിരുത്തൽ അമേരിക്കയ്ക്ക് ഉണ്ട് എന്നതാണ് ഈ താൽക്കാലികമായി ആക്രമണം നിർത്തിയ സാഹചര്യം സൂചിപ്പിക്കുന്നത്. എന്തായാലും ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുന്നതും ലോകത്തിലെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതുമൊക്കെ US സമ്പദ് വ്യവസ്ഥയെ ഉൾപ്പെടെ ബാധിക്കാതിരിക്കാൻ ട്രംപിന് മേൽ കടുത്ത ആഭ്യന്തര ഒപ്പം തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്. ഇതും ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പം ഇടവേള എടുത്ത് വീണ്ടും ആക്രമണം ശക്തമാക്കുന്ന പതിവ് തന്ത്രത്തിനാണോ ട്രംപ് ലക്ഷ്യമിടുന്നത് എന്ന ആശങ്ക കൂടി ഉണ്ടാകുന്നുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം, അതിനുശേഷം മറ്റു വാർത്തകളിലേക്ക് എത്താം. ഇപ്പോൾ CJP നേതാക്കളുടെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. കപിൽ സിബലുമായി എത്തിയാണ് CJP നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുന്നത്. സർക്കാർ ഉറപ്പുകൾ പാലിക്കുന്നില്ല എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. ഓരോ പ്രതിഷേധക്കാരനും സഹായം ഉറപ്പാക്കുമെന്നും CJP പറയുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിലേക്ക്. जंतर मंतर पर चल रहे प्रदर्शन को लेकर, 20 जुलाई के प्रदर्शन को लेकर और देश भर में चल रहे प्रदर्शनों को लेकर वो सभी FIRs विड्रॉ की जाएंगी और इस बात पे भी अलाइनमेंट हुआ था कि कोई भी नई FIR फ्यूचर में किसी भी प्रोटेस्टर या ऑर्गेनाइजर के खिलाफ फाइल नहीं की जाएगी. इस एग्रीमेंट का एक रिटर्न ड्राफ्ट भी हमने JP नड्डा जी को और जितेंद्र सिंह जी को सबमिट किया था और इस बात पर सहमति बनी थी कि कल मंगलवार तक सरकार की तरफ से रिटर्न एग्रीमेंट की कॉपी हमसे शेयर कर दी जाएगी और दोनों साइड के लॉयर्स अलाइन करने के बाद दैट रिटर्न एग्रीमेंट विल बी फाइनलाइज्ड. हम सरकार का इंतज़ार कर रहे हैं कि वो रिटर्न एग्रीमेंट की कॉपी हमें जल्द से जल्द शेयर करें. आप JP नड्डा जी की जो बात कही गई है उनके द्वारा प्रेस कॉन्फ्रेंस में, आप उसको भी रेफ़र कर सकते हैं. उनकी जो ट्वीट है इस विषय में उसको भी रेफ़र कर सकते हैं. हम उम्मीद करते हैं कि अगर एक सीनियर कैबिनेट मिनिस्टर सरकार की तरफ से एक एग्रीमेंट कर रहे हैं तो उसे ऑनर किया जाएगा. जितनी भी FIRs फाइल की गई हैं उन्हें विड्रॉ किया जाएगा. किसी भी प्रोटेस्टर या ऑर्गेनाइज़र को परेशान नहीं किया जाएगा, डिटेन नहीं किया जाएगा, अरेस्ट नहीं किया जाएगा और फ्यूचर में किसी भी प्रोटेस्टर या ऑर्गेनाइज़र पर कोई केस नहीं होगा. अगर कल तक ये रिटर्न एग्रीमेंट सरकार की तरफ से नहीं आता है और जितने भी अलग अलग राज्यों में छात्रों को, युवाओं को, प्रोटेस्टर्स को अरेस्ट किया गया है या डिटेन किया गया है, उन्हें रिलीज़ नहीं किया जाता है तो कॉकरोच जनता पार्टी फिर से प्रोटेस्ट करने को मजबूर होगी. मैं एक बात स्पष्ट करना चाहता हूं कि जो मेरा रोल यहाँ है वो केवल इनके समर्थन में जो कानून के आधार पे हमें लोगों को डिफेंड करना है उसी तक सीमित है. बाकी तो अपनी पॉलिटिकल मूवमेंट जैसे चलाना चाहे चलाए, मेरा तो उसमें कोई लेन देन नहीं है. लेकिन मैं नहीं चाहता कि जो पीसफुल प्रोटेस्ट कर रहे थे, जो चाहते थे कि बदलाव हो, उनके खिलाफ इस किस्म की गलत कार्रवाई हो, उसके लिए मैं यहाँ बैठा हूँ. बहुत बहुत थैंक यू. क्वेश्चन्स अगर आपकी और सोनम वांगचुक जी की कुछ बात हुई है क्या? क्योंकि पिछले कुछ दिनों में सोनम वांगचुक जी और आपका साथ में कन्वर्सेशन कुछ हुआ है क्या अभी तक? नहीं, हम लोग लगातार सोनम जी के संपर्क में हैं. आज ही उन्हें हॉस्पिटल से रिलीज़ किया गया है और वो राजघाट जाकर आए थे. हमारी टीम से भी कुछ साथी वहाँ पर मौजूद थे. प्रेस कॉन्फ्रेंस में बिजी होने के कारण हम वहाँ मौजूद नहीं रह पाए. लेकिन सोनम जी स्वस्थ हैं और बहुत खुश हैं कि जो भी इस आंदोलन के मेन ऑब्जेक्टिव्स थे
वो अचीव किए गए हैं। सोनम जी ने अपील की है कि जो भी सरकार का उनके साथ एग्रीमेंट था, पीसफुल प्रोटेस्टर्स पे कोई केस ना हो और एडिक्वेट कॉम्पनसेशन मिले, उसे ऑनर किया जाए। और हम उम्मीद करते हैं कि सरकार सोनम वांगचुक जी जैसे प्रतिष्ठित व्यक्ति के साथ अगर कुछ एग्रीमेंट कर रही है तो उसे ऑनर किया जाए। सर आप बताइए, आपने बोला कि हम वहीं पे रहिए। तो मेरा आपसे ये सवाल है कि जो अकाउंटेबिलिटी है ये बीजेपी सरकार से क्यों मांगी जा रही है? लाइक और स्टेट्स में भी जो गवर्नमेंट है उनमें भी काफ़ी एरियाज हैं, तो उनसे क्यों नहीं मांगी जा रही है? देखिए, नीट वन ऑफ द बिगेस्ट पेपर्स है, बहुत सारे छात्र बैठते। अब ऐसा तो हमारा नहीं था कि हम लोग एक कोई पेपर के बारे में प्रोटेस्ट करें। नीट जब लीक हुआ वो ट्रिगर पॉइंट बना, एंड उसके वजह से इतने से, क्योंकि नीट का पेपर फर्स्ट टाइम तो लीक नहीं हुआ, बहुत बार लीक हुआ है, एंड इस वजह से छात्रों का जो गुस्सा था वो नीट पेपर लीक के वजह से बाहर निकला एंड लोग रोड पे आए। हमने शुरू से ही बोला है कि जहाँ जहाँ पेपर लीक हुआ है, जिस भी स्टेट गवर्नमेंट के अंडर हुआ है, वहाँ पे जवाबदेही तय होनी चाहिए अक्रॉस पॉलिटिकल पार्टीज, अक्रॉस आइडियोलॉजीज एंड अक्रॉस स्टेट्स। जब फ्यूचर होगा, जब फ्यूचर में टाइम आएगा, सबसे जवाबदेही मांगी जाएगी। अभी तक पुलिस CJP നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. CJP വക്താവ് സൗരഭ് ദാസ് ഉൾപ്പെടെയുള്ളവരാണ് മാധ്യമങ്ങളെ കണ്ടത്. കപിൽ സിബലിനൊപ്പം എത്തിയാണ് അവർ മാധ്യമങ്ങളെ കാണുന്നത്. കേന്ദ്ര സർക്കാർ ഉറപ്പുകൾ പാലിക്കുന്നില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. FIR റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഉറപ്പ് വിശ്വസിച്ച് മാത്രമാണ് സമരത്തിൽ നിന്ന് പിന്മാറിയത് എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. അതിൽ ആ വാഗ്ദാന ലംഘനം ഉണ്ടാകുന്നു എന്നതാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. അത് ഇനിയും അതിൽ വാഗ്ദാന ലംഘനം ഉണ്ടായാൽ ഒരുപക്ഷെ സമരത്തിലേക്ക് നീങ്ങുമെന്നതിൻ്റെ സൂചനകളാണ് CJP നൽകുന്നത്. എന്തായാലും കേന്ദ്രം നൽകിയ ഉറപ്പുകളിൽ വിശ്വസിച്ചുകൊണ്ടാണ് തങ്ങൾ സമരം അവസാനിപ്പിച്ചതെന്ന് ആവർത്തിച്ച് സൂചിപ്പിക്കുകയാണ് CJP ഇപ്പോൾ ചെയ്യുന്നത്. വിജയിയുടെ വിജയം. ജോസഫ് സി വിജയ് വെറും 2 വർഷം മാത്രം പ്രായമുള്ള തന്റെ പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്ത സാഹചര്യം എല്ലാവരെയും ആകർഷിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് നടൻ ധനുഷും. ധനുഷിന്റെ ഇന്നത്തെ ഒരു പ്രസംഗമാണ് വിജയുടെ വഴിയിലാണോ ധനുഷ് എന്ന ചോദ്യം ആരാധകരെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. ആരാധകരോട് പൊതുപ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രസംഗമാണ് ഇന്ന് ധനുഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതാണ് വൈറലാകുന്നത്. ആരാധകർ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ധനുഷ്. സിനിമാ ആഘോഷങ്ങൾക്കപ്പുറം ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണ് ധനുഷ് ആരാധകരോട് ആഹ്വാനം ചെയ്തത്. ഇതാണ് ഇത്തരം സംശയങ്ങൾക്ക് ഇട നൽകുന്നത്. സിനിമാ ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ആരാധക കൂട്ടായ്മയുടെ ശക്തി പൊതുസേവന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കണമെന്നാണ് ഇന്ന് ധനുഷ് ആഹ്വാനം ചെയ്തത്. നടനും സംവിധായകനുമായ ധനുഷ് ഇന്ന് അവരുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം തന്നെ ആരാധിക്കുന്നവരോടായി പറഞ്ഞത്. ഇതോടെ താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ വീണ്ടും സജീവമായി. ആരാധകർ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടാണ് ധനുഷ് സാമൂഹിക സേവനത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയത്. ചടങ്ങിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ വ്യാപകമായി പ്രചരിച്ചു. അടുത്തിടെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച നടൻ വിജയുടെ പാത ധനുഷും പിന്തുടരുമോ എന്ന ചർച്ചകളും ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു. ആരാധകരോട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത ധനുഷ് രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂചന നൽകുകയാണ് എന്നതാണ് ആരാധകർ കരുതുന്നത്. കൂട്ടായ്മയുടെ ശക്തി സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഊന്നിയായിരുന്നു ധനുഷ് ഇന്ന് സംസാരിച്ചത്. ധനുഷിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. അപ്പോൾ ധനുഷ് പറഞ്ഞത് ഇത്രയധികം ആളുകൾ ഒരിടത്ത് ഒത്തുചേർന്നിരിക്കുന്നു. ഇത്തരമൊരു ഐക്യത്തിന് വലിയ ശക്തിയുണ്ട്. ആ ശക്തിക്ക് നാം കൃത്യമായ ഒരു ലക്ഷ്യം നൽകണം എന്നതാണ് ധനുഷ് പറഞ്ഞത്. ഓഡിയോ ലോഞ്ചുകളിലും ആരാധക കൂടിക്കാഴ്ചകളിലും മാത്രം ഒതുങ്ങാതെ കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നതാണ് ധനുഷ് ചൂണ്ടിക്കാട്ടിയത്. അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യുക. അത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അഭിമാനം തോന്നും. നിങ്ങളത് ചെയ്യുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നും ധനുഷ് കൂട്ടിച്ചേർക്കുകയായിരുന്നു.
ധനുഷിന്റെ ഈ പരാമർശങ്ങളാണ് രാഷ്ട്രീയ പ്രവേശന സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ജീവൻ പകർന്നത്. നേരത്തെ തന്നെ ധനുഷിന്റെ സാമൂഹിക ഇടപെടലുകളും ആരാധക സംഘടനകളുടെ പ്രവർത്തനങ്ങളുമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ നേടിയിരുന്നതാണ്. ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവേശനത്തിന് ധനുഷ് തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനകളായാണ് ഇതൊക്കെ വിലയിരുത്തിയിരുന്നത്. ധനുഷിന്റെ രാഷ്ട്രീയ പ്രവേശനം ആരാധകർ വലിയ ചർച്ച തന്നെ ആക്കിയിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഇല്ല എന്നത് ഒരു സാഹചര്യമാണ്. ഈ ചർച്ചകൾ തുടരുമ്പോഴും ധനുഷ് നിശബ്ദനായിരിക്കുകയാണ്. ആരാധകർ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ ധനുഷ് നടത്തിയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെയാണ് ധനുഷും സമാനമായ നീക്കത്തിന് ഒരുങ്ങുന്നോ എന്ന തരത്തിലുള്ള ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നത്. ധനുഷിന്റെ പ്രസംഗത്തിലെ സമീപനവും ശരീരഭാഷയും രാഷ്ട്രീയ രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ നീക്കത്തിന്റെ സൂചനകളാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഈ സമൂഹമാധ്യമങ്ങളിലൊക്കെ ആരാധകർ. വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഉള്ള കമ്പാരിസൺ നടക്കുന്നുണ്ട്. ധനുഷ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുമെന്ന പ്രതീക്ഷ ആരാധകർ പങ്കുവയ്ക്കുകയാണ്. എന്നാൽ ഇത് സംബന്ധിച്ചൊന്നും യാതൊരു ഔദ്യോഗിക പ്രതികരണവും ധനുഷ് ഇതുവരെ നടത്തിയിട്ടില്ല, നിഷേധിച്ചിട്ടില്ല എന്നതും ആരാധകരുടെ ഈ ചർച്ചകൾക്ക് വലിയ മരുന്നാകുന്നുണ്ട്. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകണമെന്നുള്ള ആഹ്വാനം നിലവിൽ രാഷ്ട്രീയ ചർച്ചയിലേക്ക് അദ്ദേഹം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് അദ്ദേഹം നടക്കുന്നു അല്ലെങ്കിൽ അതിലേക്ക് അദ്ദേഹം ആകർഷിക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനയായി തന്നെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്തായാലും ജോസഫ് സി വിജയുടെ 2 വർഷം മാത്രം പ്രായമുള്ള TVK നടത്തിയിട്ടുള്ള അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മറ്റ് സിനിമാ താരങ്ങൾക്കും അല്ലെങ്കിൽ നടന്മാർക്കുമൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് വലിയ ഒരു ഊർജ്ജമായി മാറിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ വാക്കുകളിലൂടെ ധനുഷും പ്രകടിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും തമിഴ് രാഷ്ട്രീയം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അണ്ണാമലൈ വിജയുടെ പാത പിന്തുടർന്ന് അതേ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ വിജയുടെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ സമാനമായ നിലയിൽ ഒരു ജനങ്ങളെ യുവാക്കളെയൊക്കെ സംഘടിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഒരു ഭാഗത്ത് അണ്ണാമലൈ തീർക്കുന്നത്. അങ്ങനെ വിസ്മയമുണ്ടാക്കാൻ അണ്ണാമലൈ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് പുതിയ പാർട്ടി രൂപീകരിക്കാനാണോ ധനുഷും നീക്കം നടത്തുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നത്. എന്തായാലും വിജയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടരുന്ന ഒരുപാട് പേരെ വരും വർഷങ്ങളിൽ മുന്നിൽ കാണേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് നോക്കുന്നത്. എന്തായാലും ഇപ്പോൾ ധനുഷും അത്തരം ഒരു സൂചന നൽകിയിരിക്കുന്നു. എന്തായാലും ഇതുവരെ ഔദ്യോഗികമായി ഒരു തിരുത്തും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ സമയം പൂർണ്ണമാകുന്നു. ലൈവ് at 6 കാണാം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.